ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ മുന്നേ നിങ്ങളോട് അറിയിച്ചിരുന്നതാണ്. എല്ലാവരും ഇത് അപ്ലൈ ചെയ്തോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര്, അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഇത് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഉത്തർപ്രദേശിലെ UP പബ്ലിക് സർവീസ് കമ്മീഷന്റെ, UP പ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അതായത് ലെക്ചറർ പോസ്റ്റ് ആണ് കേട്ടോ. ലെക്ചറർ പോസ്റ്റ് ആണ്. ഇതിന് സീറ്റോ ടെറ്റോ നെറ്റോ സെറ്റോ ഒന്നും വേണ്ട. ജസ്റ്റ് PG + B.Ed മാത്രം മതി. അപ്പം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. അതിനു വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. വളരെ ലെങ്തി ആക്കി പറയണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തു തരാം. ഇനി ഇതിൽ നിങ്ങൾ സാധാരണ കേരള PSCയിൽ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെ OTR ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ആ OTR എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ള കാര്യം നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ മുന്നേ ഒരു LT ഗ്രേഡ് ടീച്ചർ, UP LT ഗ്രേഡ് ടീച്ചർ വിളിച്ച സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇട്ട സമയത്ത് OTR എങ്ങനെ ചെയ്യണം, എന്താണ് അതിൽ കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നതായിരിക്കും. ഓക്കെ 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 അപ്പൊ ഇതില് നമ്മള് UP PSC എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലേക്ക് വരും. ഈ ഒരു സൈഡിലേക്ക് ഒന്ന് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ് കിട്ടും. അതിൽ ഓൺലൈൻ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അപ്ലൈ ഓൺലൈൻ ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഓൺ ടൈം രജിസ്ട്രേഷൻ കിടക്കുന്നുണ്ട് OTR. ഈ OTR ആദ്യം ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ പോകേണ്ടത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് ബോർഡ്, റിക്രൂട്ട്മെന്റ് ഡാഷ്ബോർഡിൽ ഇവിടെ ഓരോ നോട്ടിഫിക്കേഷൻ ഇവിടെ കിടക്കുന്നുണ്ട്, ലൈവ് നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഈ പറഞ്ഞതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക. ഇവിടെ നോട്ടീസ് റിഗാർഡിംഗ് OMR ആൻസർ ഷീറ്റ് ഇൻ അപ്കമിങ് എക്സാമിനേഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ അതിന്റെ നോട്ടിഫിക്കേഷൻ കിടക്കുകയാണ്, അഡ്വർടൈസ്മെന്റിലേക്ക് കിടക്കുകയാണ്. അഡ്വർടൈസ്മെന്റ് കിടക്കുമ്പോൾ താഴെ നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദിയിലും ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പോസ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷ് അതൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇംഗ്ലീഷ് ഉണ്ട്, അതായത് ഗേൾസിനും ബോയ്സിനും, അതായത് വുമൻസിനും മെന്നും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാ പോസ്റ്റും വിളിച്ചിരിക്കുന്നത്. മെയിൽ ലെക്ചറർ, മെയിൽ ഗവൺമെന്റ് ഇന്റർ കോളേജ്. അടുത്തത് ലെക്ചറർ ഫീമെയിൽ ഗവൺമെന്റ് ഇന്റർ കോളേജ്. അപ്പം മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഉണ്ട്. അതിൽ ഓരോന്നും തരം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് അൺറിസർവ്ഡ് ആണോ, SC ആണോ, ST ആണോ, OBC ആണോ, EWS ആണോ, ബാക്കിയുള്ള PWD ആണോ എന്നുള്ള സെപ്പറേറ്റ് തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഉറുദു, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോഗ്രഫി, സംസ്കൃതം, സിവിക്സ്, സോഷ്യോളജി, ഹിന്ദി, ഇത്രയും മെയിലിനുള്ളത്. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഉറുദു, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോഗ്രഫി, സംസ്കൃതം, സിവിക്സ്, സോഷ്യോളജി ആൻഡ് ഹിന്ദി. ടോട്ടൽ 694 പോസ്റ്റ്. മെയിലിന് ടോട്ടൽ 777 പോസ്റ്റ് ഉണ്ട്. ലെക്ചറർ പോസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാ, വിശേഷ മാധ്യമം, അതായത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ് സെപ്പറേറ്റ്. അതുപോലെ തന്നെ ഓരോ സെപ്പറേറ്റ് കോളേജുകളിലും കൊടുത്തിട്ടുണ്ട്. സൈക്കോളജി, അതൊക്കെ 1-2 പോസ്റ്റൊക്കെ ഉള്ളതാണ്. മെയിൻ ആയിട്ട് നമ്മുടെ ഈ 777 പോസ്റ്റ് വരുന്നതും 694 പോസ്റ്റ് വരുന്നതുമാണ് ഈ വേക്കൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരാം. ഈ നോട്ടിഫിക്കേഷൻ മൊത്തം നിങ്ങൾ ഡൗൺലോഡ് എടുത്ത് വായിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ OTR ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, താല്പര്യമുള്ളവര്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്നവര്, വീഡിയോ കാണുന്നവര് തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പൊ നമുക്കിതിൽ പറയേണ്ടത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണ്, ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്, ഏതൊക്കെ വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്, എങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്താണ്, സാലറി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ 1 by 1 ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പൊ OTR എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ജസ്റ്റ് സൈറ്റ് കയറിയിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് OTR രജിസ്റ്റർ ചെയ്യാനായിട്ട്. ആ സൈറ്റിൽ ക്ലിക്ക് ഹിയർ ഫോർ ഓൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് UP PSC GIC ലെക്ചർ റിക്രൂട്ട്മെന്റ് ഓൺലൈൻ 2025. ഇത് കുറച്ചുകൂടി വലുതാക്കി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ UP PSC. ഓക്കെ, 1518 പോസ്റ്റ് ആണ് മൊത്തം കൂടി, മെയിൽ ആൻഡ് ഫീമെയിൽസ്.
ഓഗസ്റ്റ് 12-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 12. ഒരു മാസമുണ്ട്, സെപ്റ്റംബർ 12 വരെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് സെപ്റ്റംബർ 12, 2025, സെപ്റ്റംബർ 12, 2025 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, സെപ്റ്റംബർ 15, സെപ്റ്റംബർ 12, 2025 വരെ അപ്ലൈ ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. KVS, NVS, EMRS, AES, അതായത് RRB ടീച്ചർ, KVS, NVS, EMRS, അതുപോലെ തന്നെ CTET ഉണ്ട്, അതുപോലെ തന്നെ LPUP ലോങ് ടേം ഉണ്ട്, അതുപോലെ തന്നെ KTET, HSST, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് FA, ഫിഷറീസ് അസിസ്റ്റന്റ്, ഇതിന്റെയൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ആണ്. ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. താല്പര്യമുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നിന്റെയും ലിങ്കുകൾ അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സംശയ നിവാരണം നടത്താവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, താഴോട്ട് വരാം. ഇനി നമുക്ക് ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടാ. 40 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിന് നമുക്ക് അതർ സ്റ്റേറ്റിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടത്തില്ല, നമ്മൾ ജനറൽ കാറ്റഗറിയിലേക്ക് മാറും. അപ്പൊ നമുക്ക് 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അതില് മെയിലിന് 777 പോസ്റ്റും ഫീമെയിലിന് 694 പോസ്റ്റുമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഡേറ്റ് ഒന്നും കൂടി പറയാം. 12-ാം തീയതി സെപ്റ്റംബർ 12 ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി ആപ്ലിക്കേഷൻ തിരുത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് 19/9/2025. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞു. സൈറ്റിൽ കയറുക, അവിടെ നിന്ന് എന്ത് ചെയ്യുക, OTR ചെയ്യുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ആ പോസ്റ്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. മൊത്തം മെയിലിന് അൺറിസർവ്ഡ് 292, OBC 242, EWS 73, SC 162, SC 8, മൊത്തം 777. ഫീമെയില് അൺറിസർവ്ഡ് 330, OBC 157, EWS 64, SC 120, ST 23, മൊത്തം 694. ഇനി വിഷ്വലി ഇമ്പയർഡ് ആണെങ്കിൽ ടോട്ടൽ അൺറിസർവ്ഡ് 19, OBC 14, EWS 1, SC 11, മൊത്തം 45 വിഷ്വലി ഇമ്പയർഡിന്. ഇനി UP സ്റ്റേറ്റ് ജയിൽ ട്രെയിനിങ് സ്കൂളിലേക്കാണെങ്കിൽ വളരെ ചുരുക്കം 2 വേക്കൻസീസേ ഉള്ളൂ. ഓക്കെ, മൊത്തം 1518 വേക്കൻസീസ് ആണ് ഈ നമ്മുടെ ലെക്ചറർ പോസ്റ്റിനെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ലെക്ചർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എന്താണ് PG + B.Ed മാത്രമാണ് ഇതിന്റെ വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. സെറ്റോ KTETോ നെറ്റോ ഒന്നും തന്നെ ഇതിന് വേണ്ട, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട. അപ്പൊ നിങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവര് ഇതിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി ഇനി പറയാനുള്ളത്, ഫീസൊക്കെ വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. 25 രൂപ 30 രൂപയൊക്കെ ഫീസ് ഉള്ളൂ, ഫീസ് സ്ട്രക്ചർ ഉള്ളൂ. പിന്നെ അതിന്റെ സിലബസ് കാര്യങ്ങളെല്ലാം ഓരോ സബ്ജക്റ്റിന്റെയും സിലബസ് കാര്യങ്ങൾ എല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വായിച്ച് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. അതുകൊണ്ടാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇത് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സംശയം ചോദിച്ചു കഴിഞ്ഞാലും സംശയ നിവാരണം നടത്തി തരാം. അതുപോലെ തന്നെ ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ മുൻ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. OTR എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അധികം ഒന്നും സംശയങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, അപ്പം തീർച്ചയായും ഇതിൽ അയക്കുവാൻ താല്പര്യമുള്ളവർ അയക്കുക. ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ഇതൊന്നും നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഒന്നും അതിവിശാലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ അറിയിച്ചു എന്നേ ഉള്ളൂ.
ആ സൈറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം വേക്കൻസീസിൽ അപ്ലൈ വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. റിക്രൂട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ഹിയർ ഫോർ ലെക്ചറർ മെയിൽ ആൻഡ് ഫീമെയിൽ ഇതടക്കമുണ്ട്. ലൈവ് അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിവിടെ കിടപ്പുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാവരും വായിക്കാൻ അറിയാവുന്നവരില്ലേ, സിമ്പിൾ ഇംഗ്ലീഷ് ആണ്. വായിച്ചു നോക്കുക. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഓക്കെ, അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെയൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇട്ടുതരാം, ചെയ്തു തരാം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും PGയും BEd ഉള്ളവർക്ക് സീറ്ററ്റോ സെറ്റോ നെറ്റോ കേറ്റോ ഒന്നും വേണ്ട, സീറ്ററ്റോ ഒന്നും വേണ്ട, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് PG BEd ഉള്ളവർക്ക്. ഓക്കെ, ലെക്ചറർ പോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.